മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിന് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിത വഴികളിൽ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 25-ാമത്തെ അധ്യായത്തിന്റെ 31 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ഈശോനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത് അന്ത്യവിധിയുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ച് നമ്മളൊക്കെ വിധിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അന്ത്യവിധി എന്ന് പറയുന്നത് ഉണ്ട്. ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കാനായിട്ട് ദൈവത്തിന്റെ ന്യായപീഠത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടി വരും. ആ വിധിയുടെ മാനദണ്ഡം സ്നേഹമാണ്. ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ എത്രമാത്രം നീ സ്നേഹിച്ചു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിനക്കുള്ള വിധി പ്രസ്താവിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. നീ ദൈവത്തെ എത്രമാത്രം സ്നേഹിച്ചു, മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചു, ആ സ്നേഹത്തിനനുസരിച്ചാണ് നിനക്കുള്ള വിധി ലഭിക്കുന്നത് എന്ന് നമ്മളാരും മറന്നു പോകരുത്. വിശ്വനാഥനിവിടെ പഠിപ്പിക്കുക, നിനക്ക് സ്വർഗത്തിലേക്ക് കയറാനുള്ള വിധി, ദൈവത്തോടൊപ്പമായിരിക്കുവാനുള്ള വിധി, അനുഗ്രഹത്തിന്റെ വിധി ലഭിക്കണമെങ്കിൽ ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കണം, കാരാഗ്രഹത്തിലുള്ളവരെ സന്ദർശിക്കണം, വസ്ത്രമില്ലാത്തവനെ ഉടുപ്പിക്കണം, 1 മൈല് ദൂരം നടക്കാനായിട്ട് നിന്നോട് ആവശ്യപ്പെടുന്നവനോടുകൂടെ 2 മൈല് ദൂരം നടക്കണം. ഇങ്ങനെ കരുണയുടെയും സ്നേഹത്തിൻ്റെതുമായ ഒരു വഴി നിനക്കുണ്ട് എങ്കിൽ നിന്റെ വിധി എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കുമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുക. ഇതിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോനാഥൻ പാവപ്പെട്ടവരിൽ മറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കാണാനായിട്ട് നിനക്ക് സാധിക്കണമെന്നുള്ളത്. ജീവിതത്തിൽ വേദനകളിലൂടെ, കണ്ണുനീരനുഭവങ്ങളിലൂടെ, ഒറ്റപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് മുൻപില് നീ കാഴ്ചക്കാരനായിട്ട് നിൽക്കരുത്. അവരിൽ മറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും അവരുടെ കൂടെ നിൽക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ വിധി നമുക്ക് അനുകൂലമായിരിക്കുകയുള്ളൂ, സ്വർഗത്തിൽ കയറാനുള്ള വിധി നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരിൽ മറഞ്ഞിരിക്കുന്ന, പാവപ്പെട്ടവനിൽ മറഞ്ഞിരിക്കുന്ന, വേദനിക്കുന്നവനിൽ മറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോടൊപ്പമായിരിക്കാം. വിധിയുടെ ഒരു ദിവസമുണ്ട്. അത് സ്നേഹത്തിന്റെ മാനദണ്ഡത്തിന്റെ അളവുകോൽ വെച്ചാണ് നമുക്കുള്ള വിധി പ്രസ്താവിക്കപ്പെടുന്നത് എന്ന് മറക്കരുതേ. കരങ്ങളെ യാതനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളെയും, അധ്വാനങ്ങളെയും, നമ്മുടെ കുറവുകളെയും കുടുംബത്തെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ കുടുംബത്തെ സഹായിക്കണമേ. ജീവിത വഴികളില് അങ്ങ് ഇവരുടെ കൂടെ നിൽക്കണമേ. കർത്താവെ, ഇവരുടെ വേദനകളെ ഏറ്റെടുക്കണമേ, അധ്വാനങ്ങളെ ഏറ്റെടുക്കണമേ, കുറവുകളെ ഏറ്റെടുക്കണമേ. ഈശോയെ ദിവികാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ദിവികാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഈശോയെ ഇവരെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.